പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് മാർച്ച് 26 തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്ന് ആദ്യം തുടങ്ങിയത് ഏറ്റവും ബഹുമാന്യനായ കൊമ്പം ഉസ്താദ്, സമസ്തയുടെ കേന്ദ്ര മുശാവറ കമ്മിറ്റി അംഗമായ KP മുഹമ്മദ് മുസ്ലിയാരുടെ വീട്ടിൽ നിന്നായിരുന്നു. അദ്ദേഹം ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽപ്പെട്ടയാളല്ലെങ്കിലും എല്ലാ കാലത്തും എന്നെ അനുഗ്രഹിക്കാറുള്ള വാത്സല്യനിധിയായ മനുഷ്യനാണ് കൊമ്പ ഉസ്താദ്. ഉസ്താദിൻ്റെ അനുഗ്രഹം വാങ്ങി പുറപ്പെട്ട ഞാൻ ആദ്യം നേരെ എത്തിയത് കടമ്പൂരിലാണ്. കടമ്പൂരിലെ ചില പ്രധാനപ്പെട്ട വീടുകളിൽ പോയി വ്യക്തികളെ സന്ദർശിച്ചു. അമ്പലപ്പാറയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തി. അമ്പലപ്പാറ ടൗണിൽ കടകളിൽ ഉള്ള ആളുകളെയും ജീവനക്കാരെയും വഴിയാത്രക്കാരെയും കടകളിൽ സാധനങ്ങൾ വാങ്ങാൻ വന്ന ആളുകളെയും കണ്ടു. അതിനിടയിലാണ് മലയാള മനോരമ ചാനലിൻ്റെ പ്രവർത്തകർ അവിടെ എത്തിയത്. പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫർ എൻ്റെ സ്നേഹിതനായ സിബു അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു ബന്ധു വീട്ടിൽ വെച്ച് എൻ്റെ ഭാര്യ ഗീതയുടെ ഒരു ബന്ധുവായ നന്ദിനിയുടെ വീട്ടിൽ വെച്ച് ഫോട്ടോ എടുക്കാൻ വന്നു. അപ്പോൾ ഞാൻ ഓർത്തത് 2016 തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമായിരുന്നു. 2016 തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഞാനും എൻ്റെ അമ്മയും ചേർന്നിരുന്ന അമ്മ എൻ്റെ മുഖത്ത് ഉമ്മ വയ്ക്കുന്ന ഫോട്ടോ, അതിമനോഹരമായി ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഫോട്ടോ എടുത്തത് സിബുവായിരുന്നു. അന്നു മുതലുള്ള ഹൃദയബന്ധം സിബുവായി എനിക്കുണ്ട്. ആ സിബു രണ്ടാമതും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും വന്ന് ഫോട്ടോ എടുത്തു. വിവിധ കടകളിൽ പോയി ആളുകളിൽ നിന്നെല്ലാം തന്നെ വളരെ നല്ല പ്രതികരണമാണ് ലഭിച്ചത്. തുടർന്ന് നിരവധി വീടുകളിൽ അമ്പലപ്പാറയിൽ പോയി, വേങ്ങശ്ശേരിയിൽ ചില ബന്ധുവീടുകളിൽ കൂടി പോയി, പിന്നീട് കയറമ്പാറയിലെ ഓഫീസിൽ പോയി നടത്തിയ പ്രവർത്തനങ്ങളെപ്പറ്റിയുള്ളൊരു ഒരു പ്രാഥമികമായ റിവ്യൂ നടത്തി. അമ്പലപ്പാറയിലെ ഒരു ഹോട്ടലിൽ നിന്ന് നാടൻ ഭക്ഷണം, നമ്മൾ വീട്ടിലൂണ് എന്നൊക്കെ പറയുന്നത് പോലെ ഏറ്റവും സ്വാദിഷ്ടമായ വീട്ടിലെ ഊണ് തന്നെയായിരുന്നു ആ ഹോട്ടലിലെ ഭക്ഷണം. ഒറ്റപ്പാലത്ത് ഒരു സ്ഥാപനം നടത്തുന്ന ഉസ്താദിനെ കണ്ടു, പരിചയപ്പെട്ടു, അനുഗ്രഹം വാങ്ങി. അതിനുശേഷം കടമ്പഴിപ്പുറത്തേക്ക് വന്നു. കടമ്പഴിപ്പുറത്ത് ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്തു. ഇതിനിടയിൽ പ്രിയപ്പെട്ട പ്രകാശനുമായി ചർച്ച നടന്നു. പ്രകാശൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചു, മുൻകാല പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. ആ പ്രവർത്തനാനുഭവങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒറ്റപ്പാലത്തെ പ്രവർത്തനങ്ങളിൽ കുറേ കൂടി ഊർജ്ജസ്വലത കൈവരിക്കാൻ ഉള്ള തീരുമാനങ്ങളെടുത്തു. പിന്നീടാണ് കടമ്പഴിപ്പുറത്തേക്കുള്ള യാത്ര. ഏതാണ്ട് 3 മണിക്കൂർ വൈകിയാണ് കടമ്പഴിപ്പുറം കൺവെൻഷനിലെത്തിയത്. അപ്പോഴും ഹാൾ നിറഞ്ഞ ജനക്കൂട്ടമായിരുന്നു. കടമ്പഴിപ്പുറത്തുകാർ പറയുന്നത് നാളിതുവരെ ഇത്രയും വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നില്ലെന്നാണ്. അവിടെ എത്തിയപ്പോഴേക്കും കാണണമെന്ന് ആഗ്രഹിച്ച ഏഷ്യാനെറ്റിൻ്റെ പ്രിയപ്പെട്ട സുരേഷ് കുമാറും സംഘവും ഉണ്ടായിരുന്നു. അവരുമായുള്ള അഭിമുഖം പങ്കുവച്ചു. മാത്രമല്ല, സുരേഷ് കുമാറുമായി പരിചയപ്പെടാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ഞാൻ പ്രകടിപ്പിച്ചു. സുരേഷ് കുമാർ ഞാനുമായി പ്രത്യേകം സംഭാഷണം നടത്തി. പൊതുവെ കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയം ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്തി. കടമ്പഴിപ്പുറത്തെ കൺവെൻഷന് ശേഷം പിന്നീട് പൂർണ്ണമായും സമയം ചെലവഴിച്ചത് രാത്രി 9:30 മണി വരെ കടമ്പഴിപ്പുറം ടൗണിലായിരുന്നു. ഏതാണ്ട് ഒരു 100ഓളം വരുന്ന ആളുകളുടെ അകമ്പടിയോടുകൂടിയാണ് ഞാൻ കടകൾ കയറി ഇറങ്ങിയത്. കടകളിലുള്ള ജീവനക്കാരെയും നടത്തിപ്പുകാരെയും വഴിയാത്രക്കാരെയും എല്ലാം കണ്ട് സംസാരിക്കാൻ അവസരം ലഭിച്ചു. കടമ്പഴിപ്പുറത്തും ആവേശകരമായിട്ടുള്ള മാറ്റമാണ് പ്രകടമായത്. രാത്രി 9:30 മണിയോടുകൂടി 9:45 വീട്ടിൽ തിരിച്ചെത്തി.